ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വരികയാണ്. അതായത് ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ പ്രീ സീസൺ ആരംഭിക്കും. മാത്രമല്ല ഒരു വിദേശ രാജ്യത്ത്, അതായത് തായ്ലൻഡിൽ വെച്ചൊരു 2 മാസത്തെ ഒരു പ്രീ സീസൺ പര്യടനവും ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഇന്ന് ജൂൺ 8 ഏതാണ്ട് ഇനി ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി എൻ്റെ ഒരു തോട്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സാധാരണഗതിയിൽ ഒരു പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമോ ഒക്കെ ഒരു ഫിറ്റ്നസ് റീഗെയിനിങ് ആണ്. കാരണം ഓഫ് സീസൺ കഴിഞ്ഞിട്ട് പ്ലേയേഴ്സൊക്കെ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം തായ്ലൻഡിൽ തന്നെ ആയിരിക്കുമോ ആദ്യത്തെ ഒരു പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെയോ മറ്റേത് ISL ടീമിൻ്റെയോ കാര്യം എടുത്തു കഴിഞ്ഞാലും സാധാരണഗതിയിൽ നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏത് നാട്ടിലാണോ അവിടെ നമ്മൾ പ്രീ സീസൺ കളിച്ച് തുടങ്ങുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ് റീഗെയിനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അതിനുശേഷമായിരിക്കണം ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് ക്ലബ്ബ് ഒരു ഒരു പര്യടനത്തിനൊക്കെ പോകുന്നുണ്ടാകുക. കാരണം ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ എന്താണെങ്കിലും അവിടെ മാച്ചസ് കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം എനിക്ക് ആ ഒരു കാര്യത്തിൽ ചില ഡൗട്ട്സ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇനിയിപ്പം നമ്മൾ നേരത്തെ കേട്ടിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 30 മറ്റോ പ്ലേയേഴ്സൊക്കെ ടീമിൽ റിപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം ജൂലൈ 1 ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും, പ്രീ സീസൺ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെയുള്ള കാര്യമായിരുന്നു. സോ അങ്ങനെയെങ്കിൽ ഇനി ആ ഒരു പ്ലാനിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഇനി ജൂണിന് മുമ്പ് എന്താണെങ്കിലും കാണത്തില്ല. കാരണം ഈ റിപ്പോർട്ട് പ്രകാരം അങ്ങനെ അല്ലല്ലോ ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ ഒരു പക്ഷേ ജൂലൈയിൽ ആദ്യം ഇന്ത്യയിലും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ചിലപ്പം തായ്ലൻഡിലേക്ക് പറക്കാം. അതിനുശേഷം വേണമെങ്കിൽ നേരിട്ട് പിന്നെ കൊൽക്കത്തയിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ഡുറൻ കപ്പും ഇത് കഴിഞ്ഞിട്ട് കളിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അതായത് സീനിയർ ടീം തന്നെ. ഇപ്പം ഡുറൻ കപ്പ് ആരംഭിക്കുന്നത് ജൂലൈ 26-നാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരാഴ്ച, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ 2 ആഴ്ച കഴിഞ്ഞ് ഡയറക്റ്റ് കൊൽക്കത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് ടാലി ആയിട്ട് വരും. തായ്ലൻഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് ഇന്ത്യൻ കണ്ടീഷൻസുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് അവിടെ ഉള്ളതെന്നുള്ളതാണ്. നമ്മൾ 2 വർഷങ്ങളിൽ തായ്ലൻഡിൽ പ്രീ സീസൺ പോയിട്ടുണ്ട്. ഐ തിങ്ക് കോപ്പലാഷാൻ്റെ സമയത്തും DJയുടെ സമയത്തോ മറ്റോ ഒക്കെയാണ് പോയിട്ടുള്ളത്. DJയുടെ സമയത്ത് പോയപ്പോഴത്തേക്കും അവിടെ നല്ല ടീമുകളായിട്ടൊന്നും അല്ല മാച്ച് കളിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം തവണ പോവുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഡിവിഷൻ ക്ലബ്സുമായിട്ടൊക്കെ മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിരിക്കും. കാരണം അവരുടെ ഒരു ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സൊക്കെയാണ്. സോ അതൊരു സഹായമാകും. ഇനിയിപ്പോൾ തായ്ലൻഡിലേക്ക് പോകുന്നത് നമ്മുടെ മിഖായൽ സ്റ്റാറയുടെ കണക്ഷൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. കാരണം അതേ മുമ്പ് തായ്ലൻഡിലാണല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കേരളത്തിൽ നമുക്കറിയാം ജൂലൈ മാസത്തിലൊക്കെ നല്ല മഴയാണ്. ഇപ്പോഴും മഴയാണ്, അടുത്ത മാസവും മഴയൊക്കെയാണ്. അപ്പം ഏതാണ്ട് ആവറേജ് 120 mm ഒക്കെ മഴയാണ് നമ്മൾ കേരളത്തിൽ ജൂലൈ മാസത്തിൽ പെയ്യാറുള്ളത്. അപ്പം ഞാൻ ബാങ്കോക്കിൽ ചുമ്മാ ഒന്ന് നോക്കിയ സമയത്ത് ഏതാണ്ട് അവിടെയും മഴ തന്നെയുണ്ട്. പക്ഷേ അതിനേക്കാൾ പകുതി 60 mm മഴയൊക്കെയാണ് ബാങ്കോക്കിലേക്ക് ഒരു ആവറേജ് കാണിക്കുന്നത്. സോ ഒരു പ്രീ സീസൺ തുടങ്ങുന്ന സമയത്ത് മഴയൊക്കെ ആണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കേരളത്തിനേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന നിലയിൽ ചിലപ്പം അവിടെ ചൂസ് ചെയ്തേക്കാം, അവിടെ പ്രിഫർ ചെയ്തേക്കാം. പിന്നെ ഞാൻ ഇന്ന് ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ അമ്മാവിയാർ ആൾട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു പ്ലെയർ ഉണ്ടല്ലോ, ഐസ്വാൾ, നമ്മൾ ഏറെക്കുറെ സൈൻ ചെയ്തതെന്ന് പറഞ്ഞ പ്ലെയർ. അപ്പോൾ അദ്ദേഹം ഫ്ലൈ ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യം, അതായത് അദ്ദേഹം വേറെ ടൂറൊന്നും പോകല്ല എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ താങ്ക് യു പറഞ്ഞ് വിടുകയാണ്. അപ്പം ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നൊരു രീതിയിൽ തന്നെയാണ് എനിക്ക് നോക്കിയിട്ട് കാണുമ്പോൾ മനസ്സിലാകാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു സാഹചര്യം, കാരണം പ്രത്യേകിച്ച് അദ്ദേഹം കോൺട്രാക്റ്റൊക്കെ ഇനിയും സൈൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങോട്ട് ഫ്ലൈ ചെയ്ത് പിന്നീട് ജോയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇനിയിപ്പം എന്തെങ്കിലും ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങോ പരിപാടികളൊക്കെ ഇനി ഇന്ത്യൻ പ്ലേയേഴ്സിന് സെപ്പറേറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം അത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക.